നമസ്കാരം. KPCC അധ്യക്ഷ ചർച്ചയിൽ കത്തോലിക്ക സഭ ഇടപെട്ടെന്ന വാർത്തകൾ തള്ളി ദീപിക എത്തിയിരിക്കുകയാണ്. ദീപികയ്ക്ക് പിന്നാലെ തന്നെ ഈ വാർത്തകളുടെ ഒക്കെ തന്നെയും സംഭവം എന്താണെന്ന് അന്വേഷിക്കാൻ എല്ലാവരും എത്തി. കത്തോലിക്ക സഭ രണ്ട് പേരുകൾ നിർദ്ദേശിച്ചെന്ന വിധത്തിൽ വന്ന വാർത്തകൾ തള്ളിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഉന്നയിച്ചുകൊണ്ട് എത്തുന്നത്. ഭരണത്തിൽ എത്തുമെന്ന് തോന്നിയപ്പോഴുള്ള കലാപമാണ് കോൺഗ്രസിലുള്ളതെന്ന് പറയുന്നു. ഞങ്ങൾ ഇത്ര മന്ത്രി വേണമെന്നും KPCC അധ്യക്ഷ പദവി വേണമെന്നും ഒക്കെ പറയാൻ കത്തോലിക്ക സഭ ഇല്ല. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരം ആണ് മുഖ്യമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ തന്നെ പറയുന്നു. അധ്യക്ഷന്റെ മതമല്ല, മതേതരത്വമാണ് മുഖ്യം എന്ന തലക്കെട്ടിലാണ് ഇപ്പോൾ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു മതത്തിനും വേണ്ടിയുമല്ലാതെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുക. ഏതായാലും ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണമെന്നും KPCC പ്രസിഡന്റ് വേണമെന്നൊക്കെ പറയാൻ കത്തോലിക്ക സഭ ഉപദേശിച്ചുമില്ല. ഇങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കാൻ മാത്രമൊന്നും ഞങ്ങൾ ചെയ്തിട്ടുമില്ല. സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി വിതരണം ചെയ്യുന്നതിലാണ് കാര്യം. അത് ഉറപ്പാക്കിയാൽ മതി. അധ്യക്ഷന്റെ മതമല്ല, പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം. മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വ ഭരണഘടനാ വിധേയമാണെന്നും പ്രാധാന്യമെന്നും പറയുന്നു. എഡിറ്റോറിയൽ പറയുന്ന വാക്കുകളാണിത്. ചെറിയ സ്ഥാനമാനങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റേജിലൊരു ഇരിപ്പിടത്തിന് പോലും കോൺഗ്രസിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കിനെയും എക്കാലത്തെയും പാർട്ടിയുടെ വിലക്കെടുത്തിട്ടുള്ളതാണ്. മുതിർന്ന നേതാക്കളാണ് പാർട്ടിക്ക് ഏറ്റവും ക്ഷീണം ഉണ്ടാക്കുന്നത്. അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിരുന്നത്. പാർട്ടി തർക്കത്തിൽ മതനേതാക്കൾക്ക് എന്ത് പങ്കാണുള്ളതെന്ന് അറിയില്ല. എഡിറ്റോറിയൽ വിമർശിക്കുന്നത് ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാരണം സംഘടനാ ദൗർബല്യമാണെങ്കിൽ ശത്രു പുറത്തല്ല, അകത്താണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കരുതുന്ന പാർട്ടി അണികളെ പാർട്ടി നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തരുത്. കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും ഒരു പാർട്ടിയും അധികാരത്തിലെത്തുന്നത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, എതിരാളിയുടെ കഴിവുകേട് കൊണ്ടുകൂടിയാണ്. BJP രാജ്യമൊട്ടാകെ ആ സാധ്യത ഉപയോഗിച്ചു. കേരളത്തിൽ അടുത്ത തവണ തങ്ങൾക്ക് അത് ഉപയോഗിക്കാനാകുമെന്ന് CPIM ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ചിന്ത പാർട്ടി എന്ന നിലയിലല്ല, മറിച്ച് നേതാക്കൾ എന്ന നിലയിലാണെന്നും ദീപിക ചൂണ്ടിക്കാട്ടി. KPCC പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ച് നീങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനമുണ്ട്. പുതിയ KPCC അധ്യക്ഷനെ വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം പുറത്തു വരുന്നത്. K സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. VD സതീശനുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ആശങ്കക്കുഴപ്പത്തിലാണെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ടെന്നും അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച പുതിയ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ആര് പറഞ്ഞെന്നും KC ചോദിച്ച അതേസമയം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണിത്. രൂക്ഷ വിമർശനവുമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യും നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.